എന്തായാലും കോൺഗ്രസ് രക്ഷപ്പെട്ടു. നാളിതുവരെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പം ആലുങ്ക പഴുക്കുമ്പം കാക്കയ്ക്ക് വാപ്പുണ്ടെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ ചാട്ടന്മാർക്ക് എല്ലാവരും ഹാലിളവും. ആരാണ് മുഖ്യമന്ത്രി ഞങ്ങൾ പറയൂല, പൊത്തിക്കളിക്കും. കയ്യിൽ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ചിത്രമൊക്കെ കയ്യിൽ പറയൂല, തുപ്പി കാണിക്കാം, തൊട്ട് കാണിക്കാം എന്നൊക്കെ പറയും. ഇങ്ങനെ ആകെ ജഗപുകയാണ്. ഇപ്രാവശ്യം തന്നെ നിങ്ങൾ നോക്കൂ, KC വേണുഗോപാൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഉടുപ്പരെണ്ണം അടിച്ച് വാങ്ങിച്ച് തച്ചില്ല, വെറുതെ തയ്ക്കേണ്ട കാര്യം, വേറെ ആയ തീരുമാനം. രമേശ് ചെന്നിത്തല അദ്ദേഹം ഒന്നൊന്നര ആളാണ് കേട്ടോ. ചെന്നിത്തല തന്നെയാണത്, വലിയൊരു തലയാണ്. ഇപ്പം ദാ കണ്ടില്ലേ, ഈ ശബരിമല കേസ് തുടക്ക സമയത്തൊക്കെ ചെന്നിത്തല ചേട്ടൻ മിണ്ടാതിരുന്നു. അവസാനം എല്ലാം കൂടെ അങ്ങോട്ട് സൂട്ടായി നല്ല ചൂടായി വന്നപ്പം ഓംലെറ്റ് അടിക്കും പോലെ കല്ല് വെച്ച് തീ കൂട്ടി, കല്ല് വെച്ച് തീയിട്ട് തീ കൂട്ടി എല്ലാം റെഡിയാക്കിയപ്പോൾ ഓംലെറ്റ് അടിക്കാൻ വന്ന കണക്ക് ഒരു വ്യവസായി ഇറക്കി, എല്ലാം ട്വിസ്റ്റായി, പുരാവസ്തുവിലേക്ക് പോയി. അപ്പോൾ അതും പോയി. അപ്പോഴാണ് VD സതീശൻ കഴിഞ്ഞ ദിവസം UDF യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് വേറൊന്നിനുമല്ല, അദ്ദേഹം ഇനി യോഗത്തിന് കയറുന്ന പ്രശ്നമില്ല. കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹം കാസർഗോഡേക്ക് പോവുകയാണ്, തെരുവിൽ പോവുകയാണ്. കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ച് തിരുവനന്തപുരം വരെ വളരെ പ്രൊഫഷണലായിട്ടുള്ള പരിപാടിയാണ്. ശിങ്കാരിമേളം കാണും, ചെണ്ടമേളം കാണും, കൂട്ടത്തല്ല് കാണും, ഗ്രൂപ്പ് അടി. ഒന്ന് ഹാൾ പ്രോഗ്രാം അല്ല, റോഡിലാണ്, ഒരു ഹാൾ പ്രോഗ്രാമും ഇല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രൊഫഷണൽ ആളുകളെ കാണും, പിന്നെ സാഹിത്യകാരന്മാരെ കാണും, പിന്നെ സാമ്പത്തികം ഉള്ളവരെ കാണും, കഴിയുമെങ്കിൽ ചെറിയ പൈസ പിരിക്കും. പിന്നെ ഇങ്ങനെ തുടങ്ങി സമൂഹത്തിലെ സമസ്ത സ്ത്രീകളെ കാണും, കുട്ടികളെ കാണും, കർഷകരെ കാണും, ആദിവാസികളോടൊപ്പം ഊണ് കഴിക്കും, കർഷകരോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കും, പറ്റുമെങ്കിൽ അവരുടെ കുടികളിൽ തന്നെ കിടക്കും, ഉറങ്ങും. ഇങ്ങനെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നാടക സംഘം, പിന്നെ ഗായക സംഘം ഉണ്ടായിരിക്കും, നാടക സംഘം ഉണ്ടായിരിക്കും, IT സംഘം ഉണ്ടായിരിക്കും. വളരെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കലാനിലയം പരിപാടിയായിട്ടാണ് VD സതീശൻ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതിന് UDF യോഗത്തിലേക്ക് ഇല്ല, അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹം വലിയ പരിപാടിയായിട്ട് കാസർഗോഡ് തിരുവനന്തപുരം. അപ്പോഴാണ് ഒരു ചോദ്യം, ഇയാൾ തന്നെയുടെ ഇനിയിപ്പോൾ അടുത്ത മുഖ്യമന്ത്രി? ഒരു സംശയം, ബാക്കിയുള്ള രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു സംശയം, യവൻ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരണത് മുഖ്യമന്ത്രിയാവാൻ തന്നെ. അപ്പോഴാണ് മറ്റേ ആളിന് സംശയം, ആവൂടെ? അപ്പോൾ പേടിക്കാനില്ല, അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. അനിയത്തിയെ കാണിച്ച് ചേച്ചിയെ കല്യാണം കഴിക്കും, ചേച്ചിയെ കാണിച്ച് അനിയത്തെ കല്യാണം. എന്തെങ്കിലും കേരള നാട്ടിൽ KR ഗൗരി നമ്മെ ഭരിക്കും. KR ഗൗരി മുന്നിൽ നിർത്തി ജയിച്ചില്ലേ? എന്നിട്ട് കൊടുത്താ. അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി നമ്മൾ ജയിച്ചില്ലേ? എന്നിട്ട് കൊടുത്താ. പിന്നെ നാട്ടുകാരെല്ലാം കൂടി രാഖി രാമാനം കുറേ ആളുകൾ കിടന്ന് സത്യാഗ്രഹം നടത്തിക്കൊണ്ട് മാത്രം നമ്മൾ കൊടുത്തതല്ലേ? LK അദ്വാനി കാശ്മീരിൽ നിന്ന് കന്യാകുമാരി ടു കാശ്മീർ വരെ ജാഥ നടത്തിയില്ലേ? രഥയാത്ര കൊടുത്ത ആരാലും അറിയപ്പെടാതെ കിടന്ന നരേന്ദ്രമോദി അല്ലേ പ്രധാനമന്ത്രിയായത്? അതുകൊണ്ട് സതീശ് അണ്ണ, നിങ്ങളെ ഇങ്ങനെ ഇളക്കി മറിച്ച് ആയിരങ്ങൾ നൽകുന്ന സ്വീകരണങ്ങളെ, ലക്ഷക്കണക്കിന് ആളുകൾ തരുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവയ്ക്കെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ലക്ഷം പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ട് തിരുവനന്തപുരത്ത് എത്തുമ്പം AICC ഇന്ന് പുതിയ തീരുമാനം വരും. VD സതീശനല്ല മുഖ്യമന്ത്രി. നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടി കൂടി തീരുമാനിക്കാം. അവിടെ ആരെ ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ ജയിക്കുന്നത് അവരായിരിക്കും മുഖ്യമന്ത്രി. അതുകൊണ്ട് ഉടുപ്പ് അടിക്കാൻ വാങ്ങിച്ചിരിക്കുന്ന KC ഉടുപ്പിന് കൊടുത്തോളൂ. രമേശ് ചെന്നിത്തല ഉടുപ്പടിക്കാം, എല്ലാവർക്കും ഉടുപ്പടിക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരു സ്ഥാനാർത്ഥി എവിടെ നിൽക്കുന്നു എന്നറിയാതെ അലയുകയാണ്. അദ്ദേഹം വട്ടിയൂർക്കാവ് അദ്ദേഹം എല്ലാം സെറ്റാക്കി വന്നപ്പോൾ പാർട്ടി പറഞ്ഞു ഗുരുവായൂർ പോകാൻ. നേരത്തെ അദ്ദേഹം തൃശ്ശൂരിൽ ഇതുപോലെ സെറ്റാക്കി വന്ന വടകര പോകാൻ പറഞ്ഞ് 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ ഗുരുവായൂർ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ലീഗുകാർ പറയുന്നു ഇവിടെ കയറ്റൂല എന്ന് പറഞ്ഞിരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ മണ്ഡലമാണെങ്കിലും അതിൽ ലീഗുകാർക്കുള്ളതാണ്. എന്തായാലും അവിടെ കയറ്റുന്ന പ്രശ്നമില്ല. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഇപ്പം എങ്ങോട്ട് പോകണമെന്നറിയാതെ പഴയ രാമനിലയത്തിൽ പോയാൽ പറ്റുമോ എന്ന് നോക്കി പത്മജയം കാത്ത് അങ്ങനെ ഇരിക്കുകയാണ്.